ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടരുന്നു. ചിറ്റഗോങ്ങിൽ വീണ്ടും ക്ഷേത്രം തകർത്തു. പ്രതിഷേധം ശക്തമാക്കി ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹവും VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും. അതേസമയം ഇസ്കോൺ നിരോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയത് ഇടക്കാല സർക്കാരിന് തിരിച്ചടിയായി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിലും പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ചിറ്റഗോങ്ങിൽ വീണ്ടും ക്ഷേത്രം തകർത്തത്. ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ ചിറ്റഗോങ്ങിൽ കഴിഞ്ഞ ദിവസം ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു. ഇതാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളെ ചൊടിപ്പിച്ചത്. ക്ഷേത്രം തകർത്തവർ പ്രദേശത്തെ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊൽക്കത്ത, ജമ്മു, ലക്നൌ തുടങ്ങിയ നഗരങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹിന്ദു, സിഖ്, പാഴ്സി, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഭാരതം ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂനപക്ഷ സംരക്ഷണത്തിനായി പ്രതിഷേധം നടത്തിയതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ജയിലിൽ തുടരുകയാണ്. അതേസമയം ഇസ്കോൺ നിരോധിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയത് തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കും ഇടക്കാല സർക്കാരിനും കനത്ത തിരിച്ചടിയായി. ജനം, ഡൽഹി.